ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഗൂഗിൾ പേ ജിപേ എങ്ങനെയാണ് സെറ്റാക്കാമെന്ന് നോക്കാം. ആദ്യം പ്ലേ സ്റ്റോർ, ഇതാണ് പ്ലേ സ്റ്റോർ ഉണ്ടോ. പ്ലേ സ്റ്റോറിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ജിപേ എന്ന് അടിച്ചു കൊടുക്കുക. ജിപേ വന്നതിന് ശേഷം ഇവിടെ എൻ്റെ അപ്ഡേറ്റ് എന്നാണ് കാണിക്കുന്നത്, കാരണം എൻ്റെ മൊബൈലിൽ ഓൾറെഡി അതുണ്ട്. ഫാക്ടറി സെറ്റിങ്സിലുള്ളതാണത്. മൊബൈൽ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉള്ളതാണിത്. മൊബൈലിൽ വരുന്ന സാധനമാണിത്. ചില മൊബൈലുകളിൽ ഇൻസ്റ്റാൾ എന്ന് കാണിക്കും. അപ്പോൾ ഇൻസ്റ്റാളും അപ്ഡേറ്റും എല്ലാം ഒന്ന് തന്നെയാണ്. അവിടെ ഇൻസ്റ്റാൾ ആണെന്നാണെങ്കിൽ അവിടെ കൊടുക്കുക, ഒരു ക്ലിക്ക് കൊടുക്കുക, അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ ഗൂഗിൾ പേ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം വരട്ടെ. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ വന്നതിന് ശേഷം വെൽക്കം ടു ഗൂഗിൾ പേ, എൻ്റർ യുവർ ഫോൺ നമ്പർ. അപ്പോൾ നമ്മൾ ഫോൺ നമ്പർ നമ്മുടെ അടിച്ചു കൊടുക്കുക, 9744238783. ഈ നമ്പർ നിങ്ങളുടെ നമ്പർ അടിച്ചു കൊടുക്കണം കേട്ടോ, നിങ്ങൾ എൻ്റെ നമ്പർ അടിച്ചു കൊടുക്കരുത്. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം നിങ്ങളുടെ ഏത് മെയിൽ ഐ ഡിയാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. ഒരു അക്കൗണ്ടാണത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഗൂഗിൾ പേയിൽ ഞാൻ പൈസ ഇടുമ്പോൾ എൻ്റെ പേര് കാണിക്കത്തില്ല. കാര്യം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിലും ഞാൻ കേരള ഡൂഡ് എന്നാണ് ആക്കിയിട്ടേക്കുന്നത് എൻ്റെ ഒരു മെയിൽ ഐ ഡി. അപ്പോൾ പേ ചെയ്യുമ്പോൾ കേരള ഡൂഡ് പേ ചെയ്തു എന്നാണ് കാണുക. പക്ഷേ ആക്ച്വലി ഞാൻ തന്നെയാണ് പേ ചെയ്യുന്നത്. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ വെരിഫൈ ചെയ്തോട്ടെ. ഇത് സിമ്പിളാണ്, വളരെ സിമ്പിളാണിത്. ഫോൺ നമ്പർ വെരിഫൈ ആയിട്ടുണ്ട്. ആക്ടിവേറ്റ് യുവർ ബാങ്ക് അക്കൗണ്ട്. യു നീഡ് ആൻ ആക്റ്റീവ് ബാങ്ക് അക്കൗണ്ട് ടു സ്റ്റാർട്ട് സെൻഡിങ് ആൻഡ് റിസീവിങ് മണി അഗൈൻ. ആക്റ്റീവായിട്ടുള്ളൊരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് വേണം. ഇന്നാക്റ്റീവാണ്, കണ്ടോ, ഫെഡറൽ ബാങ്ക് ഉണ്ട്. അവർ തന്നെ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയതാണ് ഫെഡറൽ ബാങ്ക് എൻ്റെ അക്കൗണ്ട് ഇന്നാക്റ്റീവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആക്ടിവേറ്റ് മൈ അക്കൗണ്ട്. താഴത്ത് ആക്ടിവേറ്റ് മൈ അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ SMS സെൻഡ് ചെയ്യും നമ്മുടെ ബാങ്കിലേക്ക്. അവർ വെരിഫൈ ചെയ്യും. എന്നിട്ട് ആ ബാങ്കും നമ്മുടെ ഗൂഗിൾ പേയും തമ്മിൽ ലിങ്ക് ആകും. നമ്മുടെ പൈസയൊന്നും പോകുന്നില്ല, നിങ്ങളാരും പേടിക്കണ്ട. അറിയാത്തവരോട് പറയണതാണ്. ഇതറിയാത്ത കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. വെറുതെ ഇരിക്കുമ്പോൾ കണ്ട് പഠിക്കട്ടെ എല്ലാവരും. അപ്പോൾ അത് ആക്ടിവേറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സമയമെടുക്കും ചിലപ്പോൾ. ഞാൻ പൗസ് ചെയ്യുന്നില്ല. ആഡിങ് യു പി ഐ ID ഒക്കെ ആഡ് ആയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ആക്ടിവേറ്റഡ്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. അടുത്തത് യൂസ് യുവർ സ്ക്രീൻ ലോക്ക്, അല്ലെങ്കിൽ യൂസ് യുവർ 4 ഡിജിറ്റ് ഗൂഗിൾ പിൻ. അപ്പോൾ സ്ക്രീൻ ലോക്ക് ഇതൊന്നും വേണ്ടെങ്കിൽ നോട്ട് നൗ കൊടുത്താൽ മതി. നമുക്ക് സ്ക്രീൻ ലോക്കൊന്നും വേണ്ടെങ്കിൽ നോട്ട് നൗ കൊടുക്കുക. യു ഹാവൻ സെറ്റപ്പ് യുവർ ആപ്പ് ലോക്ക് യെറ്റ്. ആർ യു ഷുവർ ദാറ്റ് യു വാണ്ട് ടു എക്സിറ്റ്? യെസ്, എക്സിറ്റ്. ലോക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, ലോക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടണ്ട. ഇപ്പോൾ ഇങ്ങനെയൊരു പേജാണ് നമുക്ക് വരിക. ഇതിനകത്ത് കാണുന്ന ആദ്യത്തെ സ്കാൻ എനി QR കോഡ്, ഇതാണ് നമ്മൾ ഏതെങ്കിലും ഒരു കടയിലൊക്കെ ചെന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻ ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും. എന്നിട്ട് നമ്മൾ അത് സ്കാൻ ചെയ്യുക. ഓട്ടോമാറ്റിക് സ്കാനായിട്ട് വേറൊരു പേജ് വരും. അതിനകത്ത് എത്ര രൂപയാണെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുക, ഓക്കെ അടിക്കുക. നിങ്ങളുടെ പിൻ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ അത് റെഡി ആയിക്കോളും. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ ഏറ്റവും മുകളിൽ സെർച്ച് കാണാൻ പറ്റും. പേ ഫ്രണ്ട്സ് ബൈ നെയിം ഓർ നമ്പർ. ആർക്കാണ് പേ ചെയ്യേണ്ടത് അവരുടെ പേരടിച്ചു കൊടുക്കുക, നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ അവർ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ നമ്പർ അടിച്ചു നോക്കുക. അവരും ഗൂഗിൾ പേയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്താണ്, ഇലക്ട്രിസിറ്റി, വാട്ടർ ബില്ല്, ബ്രോഡ്ബാൻഡ് ലൈൻ, പോസ്റ്റ് പെയ്ഡ് മൊബൈലൊക്കെ റീചാർജ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസിയാണ്, വളരെ ഈസിയാണ്.
ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക. KSEB എന്ന് മോളിൽ സെർച്ച് ചെയ്യുക. KSEB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂമർ നമ്പറും അടിച്ചു കൊടുത്ത് ലിങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പൈസ ഇടാവുന്നതാണ്. ഓക്കെ. പിന്നെ ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് വെറുതെ പൈസ അടിക്കുക. പേ എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, അതായിക്കോളും. അതുപോലെ തന്നെയാണ് പോസ്റ്റ് പെയ്ഡ് മൊബൈൽ, പ്രീപെയ്ഡ് മൊബൈൽ ഉണ്ടോ. BSNL, ജിയോ, MTNL, VI, എയർടെൽ എല്ലാം ഉണ്ട്. എയർടെൽ ആണെങ്കിൽ നമ്പർ അടിച്ചു കൊടുക്കുക, ലിങ്ക് അക്കൗണ്ട് കൊടുക്കുക, എത്രയാണ് ചെയ്യേണ്ടത് അത് അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. കുറേ ഓഫേഴ്സ് വരും, അത് ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യുക, പേ കൊടുക്കുക, കഴിഞ്ഞു. സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് വരും. നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വേണം കേട്ടോ, പൈസ ഇല്ലാതെ ഇതൊന്നും നടക്കത്തില്ല. നാളെ എന്നോട് കമൻറ്റിൽ ചോദിക്കരുത് പൈസ ഇല്ലാതെ ഓരോന്ന് ചെയ്തേച്ചു. പിന്നെ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ പോസ്റ്റ് പെയ്ഡ് ഇലക്ട്രിസിറ്റി, മൊബൈൽ റീചാർജ്, DTH ഉണ്ട്, കേബിള്, ഗ്യാസ്, സിലിണ്ടർ ബുക്കിംഗ് ഉണ്ട്, ഫാസ്ടാഗ് റീചാർജ് ചെയ്യാൻ പറ്റും. വേറെ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെയോ ഉണ്ടല്ലോ. പൈപ്പ്ഡ് ഗ്യാസ്, എഡ്യൂക്കേഷൻ, ഗ്യാസ് സിലിണ്ടർ, ഇൻഷുറൻസ്, ലോൺ, EMI പേയ്മെൻറ്റ്, മുനിസിപ്പൽ ടാക്സ് സർവീസ്, റിക്കറിങ് ഡെപ്പോസിറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് നമുക്ക് നോക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ QR കോഡ്, ഈ സ്കാൻ എനി QR കോഡ്. അപ്പോൾ നിങ്ങൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് സ്കാൻ ചെയ്ത് ഒരു പേജിലേക്ക് വരും. ഏകദേശം ഇതേപോലത്തെ ഒരു പേജിലേക്കാണ് വരിക. അപ്പോൾ ഇതേപോലത്തെ ഒരു പേജിലേക്കാണ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ വരിക. വന്നു കഴിയുമ്പോൾ നിങ്ങളൊരു എത്ര രൂപയായി, 100 രൂപയാണെങ്കിൽ 100 രൂപ എന്നടിച്ച് ഈ റൈറ്റിലേക്കുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പേ അടിക്കുക. പിന്നെ നിങ്ങളുടെ ഒരു പിൻ നമ്പർ ചോദിക്കും, നിങ്ങൾ അടിച്ചു കൊടുക്കണം. ആ പിൻ നമ്പറും കൂടി അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ, പിൻ നമ്പർ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ്, അത് നേരത്തെ ഞാൻ ചെയ്തില്ല. അത് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ പൈസ പോയിക്കോളും. സിമ്പിളാണ്. പേ കോണ്ടാക്ട്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും നമ്പർ ഉള്ളവർക്ക്, ഗൂഗിൾ പേയിലുള്ളവർക്കാണെങ്കിൽ മുകളിൽ സെർച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ നമ്പർ അടിച്ചു കൊടുത്താലോ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാലോ, നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഗൂഗിൾ പേ വരും, അതിനകത്ത് നിങ്ങൾക്ക് പേ ചെയ്യാം. പിന്നെ അറിയേണ്ടതെന്ന് വെച്ചാൽ ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട് കണ്ടോ. ബാങ്ക് ട്രാൻസ്ഫർ, അവരുടെ അക്കൗണ്ട് നമ്പർ ഒന്നുകൂടി അടിക്കുക, IFSC കോഡ് അടിക്കുക, അയാളുടെ ബാങ്കിൽ അയാളുടെ പേര് അടിക്കുക, കൺഫേം കൊടുക്കുക, എന്നിട്ട് എത്ര എമൗണ്ട് ഉണ്ടെന്ന് വെച്ചാൽ അതിടാം. അങ്ങനെ ചെയ്യാം, ബാങ്കിലേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വേറെ ഒന്നുമില്ല. മൊബൈൽ റീചാർജ് ചെയ്യാനും മൊബൈൽ നമ്പർ മുകളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.